എല്ലാ പ്രേക്ഷകർക്കും ഷാലോം ടിവിയുടെ യൂത്ത് ഗൈഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകരുടെ നിരവധി കത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പ്രേക്ഷകരുടെ കത്തുകൾക്ക് മറുപടി നൽകിക്കൊണ്ടായിരിക്കും ഇനിയുള്ള എപ്പിസോഡുകൾ മുന്നോട്ട് പോകുന്നത്. കത്തുകൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത വാഗ്മിയും ഫാമിലി കൗൺസിലറുമായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് IT മാനേജറായ മിസ്റ്റർ നവീനാണ്. നവീനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവീൻ, സ്വാഗതം. മാഡം, നമുക്ക് നേരിട്ട് കത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ കത്ത് ഇതാണ്. എൻ്റെ പേര് വിജി, എഞ്ചിനീയറാണ്. ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. 2 മാസം മുമ്പായിരുന്നു എൻ്റെ വിവാഹം. ഭാര്യ BSc നേഴ്സാണ്. അവൾ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇതുവരെയായും എന്നെ സ്നേഹിക്കാനോ ഒരുമിച്ചുള്ള യാതൊരു ബന്ധത്തിനോ അവൾ സമ്മതിക്കുന്നില്ല. ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവൾക്കൊരു പ്രണയമുണ്ടായിരുന്നെന്നും അയാളെ മറക്കുവാൻ പറ്റില്ല എന്നും പറയുന്നു. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനവൾ എന്നെ വിവാഹത്തിന് സമ്മതിച്ചു? പ്രണയിച്ച എത്രയോ പേർ വേറെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു. ഞാനത് കാര്യമാക്കില്ല. സന്തോഷത്തോടെ ജീവിക്കേണ്ട സമയത്ത് ഞാൻ നീറിപ്പോവുകയാണ്. എങ്ങനെ ഈ അവസ്ഥയിൽ ഞാൻ അവരെ കൈകാര്യം ചെയ്യണം? ഇതാണ് കത്ത്. ഒരു IT എഞ്ചിനീയറുടെ കത്താണ്. ഓക്കെ, ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തമായൊരു കത്താണത്. കാരണം ഇന്നത്തെ കുട്ടികൾ പഠിക്കാനും ജോലിക്കുമൊക്കെ ആയിട്ട് വീട് വിട്ട് അവർ തന്നെ താമസിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു. അപ്പോഴേ സൗഹൃദങ്ങൾ വളരെയേറെ കൂടുന്നു. അങ്ങനെ വരുന്ന സൗഹൃദങ്ങളിൽ പ്രണയങ്ങൾ, അത് ചിലപ്പോൾ കല്യാണം കഴിക്കാം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളിലൊക്കെ വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവാണ് കത്തെഴുതിയിരിക്കുന്നത്. ഭാര്യയെക്കുറിച്ചാണ് പുള്ളിയുടെ പരാതി. അപ്പോൾ അവന് നോർമൽ ഒരു വ്യക്തിയാണ്. ഭാര്യയും കുടുംബവും നന്നായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വീട്ടുകാർ ഫോഴ്സ് ചെയ്തോ കല്യാണത്തിന് വന്നതായിരിക്കാം. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആളെ മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇവള് തുറന്ന് ഈ ഭർത്താവിനോട് പറഞ്ഞു. അപ്പൊ അത് മറക്കാനും അവൻ തയ്യാറാണ്, അത് പൊറുക്കാൻ അവൻ തയ്യാറാണ്. പക്ഷെ അവളൊരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇതൊന്നും നടക്കില്ല. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് ഏത് ലെവലിലാണ് പ്രവർത്തിക്കുക എന്ന് നമുക്കറിയാൻ പറ്റില്ല. ചില കുട്ടികൾ കുറച്ച് സമയം എടുക്കും ഇങ്ങനെയുള്ള മുറിവുകളൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രീ ആയി വരാൻ. പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ, അവൾ ഒരുപക്ഷെ ആ പ്രണയിച്ച പയ്യൻ എന്തുകൊണ്ട് അവളെ കല്യാണം കഴിച്ചില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. ചിലപ്പോൾ ജാതി വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിൽ യോജിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവളുടെ മനസ്സിൽ അതൊരു പ്രശ്നമായിട്ട് കിടക്കുന്നു. അത് പതുക്കെ അത് മാറാം. അവൾക്കൊരു നല്ല കൗൺസിലിംഗ് കൊടുക്കാൻ നമുക്ക്. ഇല്ലെങ്കിൽ ഇനി യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഒത്തിരിയേറെ ഉണ്ട്. പ്രണയിക്കുന്നവരെ ആരല്ല ഇവിടെ എല്ലാവരും കല്യാണം കഴിച്ച് ജീവിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടതാണ്. നവീൻ, എന്ത് തോന്നുന്നു ഇതിനകത്ത്? പക്ഷേ ഈ ഒരു കേസിൽ വളരെ പോസിറ്റീവായിട്ടൊരു സാധനം തോന്നിയത് അദ്ദേഹത്തിന് ഭാര്യയെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് ഉള്ളത് ഇതിനകത്ത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ളൊരു, അതുപോലെ തുറന്ന് പറയാനായിട്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോട് തുറന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സും കാണിച്ചത് അതിനകത്ത് ഒരു വലിയ പ്രത്യാശ നൽകുന്ന ഒരു സാധനമാണ്. ആ വ്യക്തി ആ ഭാര്യയെ കൂടുതലായിട്ട് ഒന്ന് സ്നേഹിക്കാനായിട്ടുള്ളൊരു മനസ്സും കൂടി അതിനകത്ത് കാണുന്നത് വളരെ പ്രത്യാശ നൽകുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ചും കുറ്റപ്പെടുത്താതെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാക്കിയെടുക്കുക. ആ സ്നേഹം ഒന്ന് മനസ്സിലാക്കുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സ്നേഹിക്കാൻ കഴിയും. ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് കുറച്ച് സമയം എടുക്കണം. അവളുടെ മനസ്സിലെ ആ മുറിവൊന്ന് മാറാനായിട്ട് ഒരു സമയം കൊടുത്താൽ മതി. പതുക്കെ ഇവൻ അവളെ സ്നേഹിക്കുകയും വീട്ടിലെ കാര്യങ്ങളിൽ കൂടുതൽ അവളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയും അവളെ ഇൻവോൾവ് ആക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൾക്ക് മാറാനായിട്ട് സാധിക്കും. അത് വലിയൊരു പ്രശ്നമായിട്ട് എടുക്കണ്ട. പക്ഷെ ഇടപെടാവുന്ന കാര്യങ്ങളൊന്നും വളരെ പെട്ടെന്ന് നടക്കില്ല. പക്ഷെ ഇതിനകത്ത് എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് അതിന് വിശുദ്ധിയുണ്ട്, അതിൻ്റെതായ ഒത്തിരിയേറെ മേന്മകളുണ്ട്. അപ്പം അത് സൂക്ഷിക്കണമെങ്കിൽ വിവാഹത്തിന് മുൻപുള്ള ബന്ധങ്ങൾ
നമ്മൾ ഒത്തിരിയേറെ നന്നായി കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്കൊരു ചിന്താഗതി ഇല്ല. അത് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. യുവത്വത്തിന്റെ ആ തിളപ്പില് അന്നേരം കാണുന്നതെല്ലാം ചെയ്തു കൂട്ടും, പിന്നീട് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുക എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ളതാണ്. സ്വാഭാവികം. അത് ആ വളർച്ചയുടെ പ്രശ്നമാണ്. ഇപ്പൊ അഡോളസെന്റ് സ്റ്റേജിൽ വരുമ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടില്ല എങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. ഇന്നത്തെ കുട്ടികൾ പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം ഇപ്പൊ മെഡിക്കൽ കോളേജിലായാലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനായാലും ഏത് പ്രൊഫഷണൽ കോഴ്സുകൾ എടുത്താലും വളരെ വർഷം അവർ ഒരുമിച്ച് വരുന്നുണ്ട്, 4 വർഷം അല്ല 5 വർഷം. അപ്പൊ നമുക്ക് ചില ഇഷ്ടങ്ങൾ അത് ഡെവലപ്പ് ചെയ്യും. ചിലരുടെ പ്രകൃതങ്ങൾ, ചിലരുടെ വസ്ത്രധാരണ രീതികൾ, അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ടോക്ക്, ഇതൊക്കെ ചിലപ്പോൾ ഇഷ്ടം വരും. അപ്പോൾ ഇഷ്ടം വരുമ്പം ഞാനൊരു പങ്കാളിയിൽ ആഗ്രഹിക്കുന്ന പലതും ഈ കുട്ടിയിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കുട്ടി എൻ്റെ പങ്കാളി ആയിക്കൂടാ, അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരും. പിന്നെ അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന, കാപ്പ് കുടിക്കാൻ പോകുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, അവർ പിന്നെ പ്രാക്ടിക്കൽസ് ഒരുമിച്ച് ചെയ്യുന്നു, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട്സ് കൊടുക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊരു വലിയ ബന്ധമാണ്. നമ്മൾ പാരൻസ് വിചാരിക്കുന്ന പോലെ പഠിക്കാൻ വിട്ടു പഠിച്ചു പോന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന പോലെ അല്ല ഇന്നത്തെ പഠനങ്ങൾ. അപ്പോൾ ഇവർക്ക് നല്ല ഒരു തീവ്രമായ ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ കല്യാണം കഴിക്കാൻ വരെയുള്ള ആഗ്രഹങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ കല്യാണം കഴിക്കാൻ വരുമ്പോൾ അവർ ജാതിയെക്കുറിച്ച് ഓർക്കുന്നില്ല, മതത്തെക്കുറിച്ച് ഓർക്കുന്നില്ല, ബന്ധങ്ങളെക്കുറിച്ച് ഓർക്കുന്നില്ല, ഞാനും അവരും മാത്രമാകുന്ന ഒരു ലോകം. അപ്പം ഇതിനകത്ത് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ അങ്ങനെ ഒരു വേൾഡിലായിരുന്നായിരിക്കാം. പക്ഷേ കല്യാണം എന്ന് പറയുന്ന റിയാലിറ്റിയിലേക്ക് അവൾ വന്നപ്പോഴേ വീട്ടുകാർ വേറെ കല്യാണം ആലോചിച്ചു. ഒരുപക്ഷെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അപ്പോൾ മറ്റേ ആൾ ചിലപ്പോൾ കല്യാണം കഴിക്കാൻ തയ്യാറായില്ലായിരിക്കാം. അതുകൊണ്ടാണ് അവൾ വേറെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഈ പയ്യൻ ചോദിച്ചു എന്തുകൊണ്ട് അവൾ എന്നെ കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിച്ചതിൻ്റെ പിന്നിൽ അങ്ങനെ 2 കാര്യങ്ങൾ കാണും. പാരൻസിൻ്റെ നിർബന്ധം കാണും, അല്ലെങ്കിൽ മറ്റേ ആൾ കല്യാണം കഴിക്കാൻ തയ്യാറായില്ലായിരിക്കാം. അപ്പോൾ അവൾ ഈ കല്യാണത്തിലേക്ക് വന്നു. അപ്പോൾ അവൾക്ക് വിചാരിക്കാൻ പറ്റുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കൂദാശയിൽ ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്, ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് മാത്രമല്ല, അതൊരു വലിയ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോൾ ആ കമ്മിറ്റ്മെന്റ് എന്നതിൽ പാസ്റ്റ് ലൈഫിന് പ്രാധാന്യമൊന്നുമില്ല. അവിടെ നമ്മൾ ആ കൂദാശ സ്വീകരിക്കുന്ന നിമിഷം മുതൽ മരണം വരെയാണ് അതിൻ്റെ കൗദാശികമായ പ്രവർത്തനങ്ങൾ നടക്കുക. അപ്പോൾ അവള് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു, ഒരു മാരേജ് കോൺട്രാക്ട്, നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, സഭയുടെ അധികാരികളുടെ മുൻപിൽ, അൾത്താരയുടെ മുന്നിൽ. അപ്പോൾ അവള് ഗൗരവത്തിൽ അതിനെക്കുറിച്ച് എടുക്കണം. ഞാൻ തന്നെയാണ് അത് ചെയ്തത്, ഫോഴ്സ്ഫുള്ളി ചെയ്തതല്ല. അപ്പൊ ആ ചെയ്ത ആളുമായിട്ട് കരാർ ഉണ്ടാക്കിയെങ്കിൽ ആ കരാർ ഞാൻ ലംഘിക്കാൻ പാടില്ല. കാരണം അതെന്റെ ഔദാര്യമല്ല, അത് അവന്റെ അവകാശമാണ്. അത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന വിജയുടെ അവകാശമാണ്, അതല്ല അവളുടെ ഔദാര്യമല്ല. അത് മനസ്സിലാക്കാൻ ആ പെൺകുട്ടി തയ്യാറായാൽ മതി. പതുക്കെ പതുക്കെ വിജിക്ക് അവളെ അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ദാമ്പത്യ ബന്ധത്തിലേക്ക് വരും. അവരെ കോടതിയിൽ പോകേണ്ട ആവശ്യമോ ഒന്നും വരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ചിലപ്പം അവൾക്ക് പറ്റുന്നില്ലായിരിക്കാം. നവീന് സമാന അനുഭവങ്ങൾ എന്തെങ്കിലും കോളേജ് ലൈഫിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കോളേജ് ലൈഫിൽ അട്രാക്ഷൻ ഉണ്ടാവുന്നത് ധാരാളമായിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, വിവാഹത്തിന് ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം, വിവാഹം എന്ന കൂദാശയുടെ ആ ഗ്രേസ് ആണ്, കൃപയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രത്യാശ നൽകുന്നത്. ആ കൂദാശയുടെ ഗ്രേസ് സ്വീകരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പഴയകാല സംഭവങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുമാറും. ആ ഗ്രേസിലെ ആശ്രയിച്ച്, ദൈവത്തിലേക്ക് ആശ്രയിച്ച് കഴിയുമ്പോൾ ആ കൂദാശയുടെ ഗ്രേസ് നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുന്നത് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 8-9 വർഷമായി. ഈ 9 വർഷത്തിനിടയിൽ ഈ മുൻകാല ബന്ധങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ചെറിയ അറ്റാച്ച്മെന്റോ അഫെയറുകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് തടസ്സമായിട്ട് വരുന്നില്ല. ആ കൂദാശയുടെ കൃപയിലേക്ക് നമ്മൾ ആശ്രയിച്ച് കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നുണ്ട്. നമുക്കൊരു ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവം കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ വിവാഹം എന്ന കൂദാശയുടെ ഗ്രേസ് നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഞാൻ പ്രധാനമായിട്ടും ചെയ്തിരുന്ന ഒരു ഇത് വിശുദ്ധ കുർബാനയിൽ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തുടക്കം. ശരിക്കും ഗ്രേസ് എന്ന് പറയണമെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ചെയ്തിരുന്ന തുടക്കം. അതിനുശേഷം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ കരം ചേർത്ത് പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. മക്കളെല്ലാം ഉറങ്ങി കഴിഞ്ഞ്, മക്കളാകുന്നതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾ അങ്ങനെ റെഗുലറായിട്ട് പണ്ട് പ്രാർത്ഥിച്ചിരുന്നില്ല. പക്ഷേ അടുത്ത കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് കരം പിടിച്ച് പ്രാർത്ഥിക്കാനും അങ്ങനെ കൂടുതൽ പരസ്പരം സ്നേഹിക്കാനായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനെ മറികടക്കുന്നതൊക്കെ അങ്ങനെയാണ് കൂടുതൽ ഗ്രേസ് എന്ന് അറിയാനായിട്ട് വ്യക്തിപരമായിട്ട് സാധിച്ചു. ഇങ്ങനെ ധാരാളം ആളുകളുടെ അനുഭവങ്ങളും കേട്ടതിന് ശേഷമാണ് ഞങ്ങൾ തുടങ്ങിയത്.
അങ്ങനത്തെ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് കരം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് തന്നെ കുമ്പസാരത്തിന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് സമയം കണ്ടെത്താനായിട്ടൊന്ന് പരിശ്രമിക്കുക, കുമ്പസാരിക്കാനായിട്ട് പോകുന്നതുമൊക്കെ ഈ കൃപയിൽ വളരാനായിട്ട് നിറയാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോട് കരുതലുള്ളവരാകുക, അതാണ് ഗ്രേസ് എന്ന് പറയാനുള്ള വഴി. കരുണയുള്ളവരാകുക. നമുക്കിത് കരുണയുടെ വർഷമാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് കുടുംബജീവിതത്തിലെ കൃപ എന്ന് പറയുന്നത് രണ്ടുപേരെ മാത്രം ആശ്രയിച്ചല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, എല്ലാവരും അതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരോട് പ്രാർത്ഥന സഹായം ചോദിക്കാം. ഞങ്ങൾക്ക് നന്നായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. പിന്നെ തോബിത്തിന്റെ പുസ്തകം 8-ാം അധ്യായം അവർക്ക് എല്ലാ ദിവസവും വായിക്കാം. ഞാൻ ഇവളെ സ്വീകരിച്ചിരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രണയത്താലാണ്. കരുണ തോന്നണമേ തമ്പുരാനെ. അതൊരു വലിയ ഒരു കൃപ കിട്ടാനുള്ള വഴിയാണ്. കരുണ തോന്നണമേ ഞങ്ങളോട്. വാർദ്ധക്യം വരെ ഞങ്ങളെ വേർപെടുത്തരുതേ. ഞങ്ങളുടെ യൗവനത്തിന്റെ മധ്യത്തിൽ ഞങ്ങളെ വിഭാര്യനാക്കരുതേ, വിധവയാക്കരുതേ. എന്തോരം നല്ല സുന്ദരമായ പ്രാർത്ഥനകളാണ്. ഇപ്പൊ ദമ്പതികള് ഇതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ കല്യാണം കഴിച്ചോ പ്രേമിച്ചോ പ്രേമിച്ചില്ലയോ, അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തായിരുന്നു, വായി നോക്കിയോ വായി നോക്കിയില്ലയോ, കൂടെ പഠിച്ചോ ചെറുക്കന് വാക്കു കൊടുത്തോ, ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. അത് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ വന്നു കഴിയുമ്പോൾ പാസ്റ്റിൽ എന്തുണ്ടായിരുന്നോ അതിനെ മൊത്തം വിട്ടുകളയും. മുന്നോട്ട് നോക്കി നടക്കുക, പിറകോട്ട് നോക്കരുത്. പിന്നെ കമ്പയർ ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക്. ഓ ഇത് മറ്റവളായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു, അല്ലെ മറ്റവനായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ കൊണ്ടു നടന്നേനെ. ഒന്നുമില്ല. ഇവിടെ പ്രത്യേകിച്ചും ഭാര്യയ്ക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നത് ഭർത്താവ് ഒരിക്കലും അത് വീണ്ടും ഓർപ്പിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോ ഇതുപോലുള്ള ചെറുപ്പക്കാരോട് പറയുന്നത് പാസ്റ്റ് ലൈഫ് പറയാതിരിക്കുക. അത് ചോദിക്കരുത്, പറയരുത്, പറഞ്ഞാൽ കേൾക്കരുത്. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന നിമിഷം മുതൽ മാത്രമേ അയാൾ നമ്മുടേതാവുന്നുള്ളൂ. മുൻകാല പ്രാബല്യത്തോടെ അല്ല ഇത് സംഭവിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇല്ല. ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അൾത്താരയുടെ മുന്നിൽ നിന്ന് താലി കെട്ടി മന്ത്രകോടി അണിയിച്ച് നമ്മൾ മോതിരയിട്ട് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി സ്വന്തമാക്കുന്ന നിമിഷം, ആ നിമിഷം നമ്മളെ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്ന നിമിഷം മുതൽ മാത്രമേ ആ മനുഷ്യൻ നമ്മുടേതാവുന്നുള്ളൂ. അപ്പൊ അതിന് മുമ്പ് അയാൾ ആരായിരുന്നു എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. അല്ലെ അവൾ ആരായിരുന്നു, രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചോദിക്കരുത്. ഇനിയും ചിലർക്കൊരു സുഖേടുണ്ട്, അങ്ങനെയായിരുന്നോ ഇങ്ങനെയായിരുന്നോ വേറെ വല്ലവരും ഉണ്ടായിരുന്നോ, അഥവാ ഇനി ചോദിച്ചാൽ അത് പറയണ്ട. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് പറയേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മളെ സ്വീകരിച്ച നിമിഷം മുതൽ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ചോദിക്കരുത്, പറയരുത്. ഇനി ചിലർക്കൊരു സുഖേടുണ്ട്, അഡ്വാൻസ് ആയിട്ട് ഞാനെല്ലാം അങ്ങ് പറഞ്ഞേക്കാം, ഇനി വേറെ വല്ലവരും പറഞ്ഞത് അറിയണ്ടല്ലോ എന്ന് കരുതിയാൽ. അപ്പോൾ യാതൊരു കാരണവശാലും അത് കേൾക്കാൻ നിന്നു കൊടുക്കണ്ട. കാരണം നമ്മൾ ആ ഒരു ജീവിത പങ്കാളിയുമായിട്ടുള്ള വിശുദ്ധിയിൽ നിലനിന്ന് പോകേണ്ടത് ആ നിമിഷം മുതൽ. അന്നേരം നമുക്കൊരു കൃപ കിട്ടും. ഒരുമിച്ച് അവര് ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പഴയതെല്ലാം മറന്ന് സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് പങ്കാളിയെ കൊണ്ടുവരണം. ഇപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ജീവിത പങ്കാളിക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള, എന്തും കൊടുക്കാനുള്ള, എന്തും ഉപേക്ഷിക്കാനുള്ള ഒരു നല്ല മനസ്സാണ്. അപ്പൊ അവിടെ ഞാൻ പറയുന്ന ഒരു ഭാഗം, ഇങ്ങോട്ട് സ്നേഹിക്കുന്നതുകൊണ്ടല്ല നമ്മൾ അയാളെ സ്നേഹിക്കേണ്ടത്. അപ്പം അവൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല, അതാണ് ഇവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. വേണ്ട, അവിടെ നിൽക്കട്ടെ, വെയിറ്റ് ആൻഡ് സീ. ഞാൻ പറയുന്നത്, ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് അയാളെ സ്നേഹിക്കാൻ മേലേ? എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാം, തിരിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതൊരു അൺകണ്ടീഷണലാണ്. അപ്പം ദാമ്പത്യ സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് എപ്പോഴും അൺകണ്ടീഷണൽ ലവ് ആണ്. അതൊരു ടോട്ടൽ ഗിവിങ് ആണ്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് അവളെ വളർത്തിക്കൊണ്ടുവരിക. അതായത് ഭാര്യയുടെ ജീവിത വിശുദ്ധി കൊണ്ട് ഭർത്താവും, ഭർത്താവിൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട് ഭാര്യയും വിശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഈ ആളുടെ ജീവിത വിശുദ്ധിയായിരിക്കാം അവളെ ചിലപ്പോൾ ദൈവത്തെങ്കിലേക്ക്, അതുവഴിയായിട്ട് ഭർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്നതും പഴയതെല്ലാം മറക്കാനായിട്ട് അവൾക്ക് പ്രേരണയാകുന്നതും. പിന്നെ മക്കളായി, കുടുംബമായി, തിരക്കായി, നിലനിൽപ്പിൻ്റെ പ്രശ്നമായി വരുമ്പോൾ അവർ നന്നായി ജീവിച്ചോളും. അതിന് ഇത്ര പേടിക്കാൻ ഉള്ള ഒരവസ്ഥ അതിനകത്തുണ്ടെന്ന്. വിവാഹം കഴിഞ്ഞിട്ട് 2 മാസം ആയിട്ടുള്ളൂ. 2 മാസം അല്ലേ ഞാൻ പറഞ്ഞ, വെയിറ്റ് ആൻഡ് സീ. 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അത് 1 വർഷം 2 വർഷമൊക്കെ ആകുമ്പോൾ കുഞ്ഞൊക്കെ ആയി, പിന്നെ അവരതിൻ്റെ സന്തോഷങ്ങളിലേക്ക് വരും. അതിൻ്റെ ചിരിയും കളിയും ഒക്കെ ആകുമ്പോഴത്തേക്ക് മനസ്സിലാവും, ഇതാണ് ദൈവം എനിക്കായി കരുതി വെച്ചിരുന്ന വ്യക്തി, ഇതാണ് ദൈവം എനിക്കായി കരുതി വെച്ചിരുന്ന കുടുംബം. അത് തിരിച്ചറിയാനായിട്ട് തീർച്ചയായിട്ടും അവർക്ക് സാധിക്കും. അവർക്ക് നല്ലത് സംഭവിക്കും. ഒന്നും മോശമായിട്ടൊന്നും സംഭവിക്കുമെന്ന് ഭയപ്പെടേണ്ട. നമ്മുടെ തമ്പുരാൻ എപ്പോഴും അതല്ലേ പറഞ്ഞിരിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതിനകത്ത് യുവജനങ്ങൾക്കും ഒരു സന്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിവാഹമെന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട യുവജനങ്ങൾക്ക്
അവരുടെ ആ സമയത്ത് യുവജന കാലഘട്ടത്തിൽ വിവാഹത്തിന് മുമ്പ് ഒരു ബന്ധത്തിലേക്ക് അടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ഇതിനകത്തുണ്ടല്ലോ. ഈ അവര് ആകർഷിക്കപ്പെടുന്ന ആ വ്യക്തി അത് എൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളാണോ, എൻ്റെ ജീവിതാന്തസ്സിന് ചേർന്ന ഒരാളാണോ, നാളെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരാളാണോ എന്നൊക്കെ കുറച്ചുകൂടെ ഓപ്പണായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു സന്ദേശവും ഈ കത്ത് നൽകുന്നുണ്ട്. ഇപ്പം നാളെ എൻ്റെ കുടുംബത്തിൽ ഞാൻ എനിക്കൊരു അഫെയർ ഉണ്ടായി അത് അവതരിപ്പിച്ച് എൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഇത് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നൊക്കെ അവർ ആ സ്റ്റേജിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വിവാഹത്തിന് ശേഷം ഇങ്ങനെ നീറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാനും സഹായകരമാണ്. യുവജനങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് മാതാപിതാക്കൾ പഴഞ്ചനാണ്. ഈ പഴഞ്ചൻ മാതാപിതാക്കൾ വളരെ ഏറെ ഇടുങ്ങിയ മനസ്സുതിയുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ജാതിയും മതവും പണവും ഒക്കെ വെക്കുന്നതെന്നാണ് യുവജനങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പം എന്താ അവർ ചോദിക്കുന്ന, എന്താ ഒരാളെ പ്രേമിച്ചാൽ എന്താ കുഴപ്പം, കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം, വേറെ ജാതിയായാലും എന്താ കുഴപ്പം, അയാളെ ഇങ്ങോട്ട് അമ്മസമുങ്ങി വരത്തില്ലേ, ഇങ്ങനെയൊക്കെ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം മുതിർന്നവർ ഇടുങ്ങിയ മനസ്സുള്ളവരും അവർ വളരെ വിശാല മനസ്സുള്ളവരും. പക്ഷേ ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോഴേ ഇവർക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ എന്തുകൊണ്ട് പാരൻസ് ഇത് പറയുന്നു. കാരണം നമ്മുടെ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ, നമ്മുടെ വീട്ടിലൊരാവശ്യം വരുമ്പോൾ പങ്കാളിയുടെ വീട്ടുകാർക്ക് ഇവിടെ വന്ന് കയറി ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് അവരുടെ വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അപ്പോഴാണ് ഇവർക്ക് നോവാൻ തുടങ്ങുന്നത്. അങ്ങനെ ഒത്തിരി പേര് ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചു, വെല്ലുവിളിച്ച് കല്യാണമൊക്കെ കഴിച്ച് പിന്നെ വേദനയിലേക്ക് വിഷമങ്ങളിലേക്ക് വന്നിട്ട് കൗൺസിലിംഗ് സെൻ്ററിൽ എത്താറുണ്ട്. എന്നാ ചെയ്യുന്നേ, അപ്പോൾ പേരൻസിൻ്റെ ശാപമാണ്, എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് ഞാൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അമ്മ കണ്ണുനീര് വെച്ചതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിങ്ങനെ ആയിപ്പോയത്, അതിനെന്താ ഇനി മാഡം ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. ഇതിനകത്ത് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ എല്ലാം നോക്കി, ഇപ്പോൾ പ്രേമിക്കുന്നതിന് മുമ്പ് ഒരു ചെറുക്കനെ നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ എൻ്റെ ഇതെല്ലാം നോക്കിയൊന്നും പ്രേമിക്കാൻ പറ്റത്തില്ല. പ്രേമിക്ക് ഇഷ്ടം തോന്നുമ്പോൾ വേറെ ചില കാര്യങ്ങളായിരിക്കും അവരെ തമ്മിൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇഷ്ടം തോന്നാം അത് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ കൊണ്ട് എത്തിച്ച്. മാതാപിതാക്കളും ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടെയും മുതിർന്ന കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാനും അവരെ ഒന്ന് കേൾക്കാനും കൂടെ ഒന്ന് പരിശ്രമിക്കേണ്ടതാണ്. എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡിഗ്രിയോ മെഡിസിനോ ഒക്കെ പഠിക്കുന്ന ആളുകൾ നല്ലൊരു ശതമാനം അവർ പഠിത്തത്തിലും അല്ലെങ്കിൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവരുടെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ അവർ പഠിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു ചിന്തയിലും ചില മാതാപിതാക്കളെങ്കിലും പോകുന്നുണ്ടായിരിക്കും. അവരെ ഒന്ന് വ്യക്തിപരമായിട്ടൊന്ന് കേൾക്കാനായിട്ട് അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും തുറന്ന് സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇല്ലാതെ വരുമ്പോൾ അവർ ആ ഷെയറിങ്ങുകളും താല്പര്യങ്ങളും ഒക്കെ മറ്റൊരാളുടെ അടുത്തേക്ക്, ഏറ്റവും എളുപ്പം കിട്ടുന്ന ഒരാളുടെ അടുത്തേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം കൂടെ നമ്മൾ കാണുന്നതായിട്ട്. അതെ, യുവജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് അവരെ മനസ്സിലാവുന്നില്ല എന്നുള്ള പരാതി. അതുകൊണ്ട് അവർ പറയാത്തത്. പറയാൻ ചെല്ലുമ്പോൾ ഇവരുടെ പ്രതികരണം എന്തായിരിക്കും, അതൊരു പിള്ളേരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇത്രയും കാശ് മുടക്കി എന്തിനെ പഠിപ്പിക്കുന്നത്, അല്ലെ ലോണുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്. ഇപ്പോൾ പാരൻസ് ഇങ്ങനെ പറയുമ്പോൾ ഇവരുടെ വേറെ തരം വിഷമങ്ങൾ പാരൻസിനോട് ഇവർക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പാരൻസ് മസ്റ്റ് ബി എ ലിസണർ. അവരൊരു നല്ല ലിസണിങ് സ്കില്ലുള്ളവരായിരിക്കണം. യുവജനങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാമെന്നും, അത് നമ്മളിപ്പോൾ ഒരു കോഴ്സിന് കൊണ്ട് ചേർക്കുമ്പോഴേ പാരൻസിന് ഒരു ഗൈഡൻസ് കൊടുക്കാം. പാരൻസിന് ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നില്ല, അവരൊരു ധ്യാനത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലും ഒരു നല്ല ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി അത്യാവശ്യം വേണ്ട ഒരു ഗൈഡൻസ് കൊടുത്ത് അങ്ങനെ വിടുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു വളരെ കുറച്ച് പിള്ളേരേ ഉള്ളൂ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളിൽ പോകും. നമ്മൾ മൊത്തം യുവജനങ്ങൾ കുഴപ്പക്കാരാണെന്ന് ചിന്തിക്കേണ്ട. കാരണം നമ്മുടെ പല കോളേജുകളിലും ക്രിസ്ത്യൻ പിന്നെ യൂത്ത് പരിപാടികളൊക്കെ, ജീസസ് യൂത്ത് ഒക്കെ വളരെ ശക്തമായി വളരെ, ഞാൻ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ എനിക്കറിയാം നന്നായിട്ട് പ്രവർത്തിക്കുന്ന പിള്ളേരാണ്. പിന്നെ വളരെ കുറച്ചൊരു ശതമാനമാണ് ഇങ്ങനെ പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അത് ഫാമിലിയായിട്ടും ബന്ധപ്പെട്ടതാണ്, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളുമായിട്ട് റിലേറ്റഡാണ്. പിള്ളേർക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവർക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ അവർ പോകുന്നത്. അപ്പോൾ ഒരു കരുതൽ എപ്പോഴും പാരൻസിന്, അല്ലെങ്കിൽ അവരെ വളർത്തുന്ന ആർക്കാണോ, ഗ്രാൻഡ് പാരൻസിനോ ആൻറ്റിമാർക്കോ അങ്കിളുമാർക്കോ ഒക്കെ ശ്രദ്ധിക്കാം. പണ്ടത്തെ നമ്മുടെ ഒരു പ്രത്യേകത എങ്ങനെയായിരുന്നു, പലരും ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പം ഇത് പാരൻസ് ആരോടും പറയത്ത് പോലും ഇല്ല. ഒരു പ്രശ്നം ഒരു കൊച്ചിനുണ്ടായാൽ ആരോടും പറയത്തില്ല, അവരത് നാണക്കേടായിട്ട് വെക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏറ്റവും നന്നായിട്ട് ആരുടെങ്കിലും എടുത്ത് തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും നല്ല ഉപദേശങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും. പിള്ളേരെ നന്നായിട്ട് ഗൈഡ് ചെയ്ത് മുന്നോട്ട് നടത്തുക. പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നതിന് ഈ പെൺകുട്ടിക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഇത്രയധികം വിഷമിക്കേണ്ടി വരത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം അത് പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് പാരൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അടുത്ത കത്തിലേക്ക് നീങ്ങിയാലോ? തീർച്ചയായിട്ടും. ബിടെക് കഴിഞ്ഞ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഞാനൊരു വിഷമവൃത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കല്യാണം വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുമായി ഞാൻ വർഷങ്ങളായി നല്ല സൗഹൃദത്തിലാണ്. കല്യാണാലോചന വന്ന സമയത്ത് തന്നെ അയാളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാൻ പറഞ്ഞു.
പക്ഷേ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ആ പയ്യനെയും വീട്ടുകാരെയും വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലാണെന്നും വേറൊരു ബന്ധം നടക്കാൻ പറ്റില്ലെന്നും പറയുന്നു. എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പോരായിരുന്നോ? ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല. നല്ലൊരു ഉപദേശം തരുമോ? ഓക്കെ, ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഹൃദം മാത്രമായിരുന്നു അവൾക്ക് ആ ബന്ധം. ആയിരിക്കാം. അതൊരു പ്രണയ ബന്ധമല്ല. ഇപ്പം സൗഹൃദം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള സൗഹൃദങ്ങളുണ്ടല്ലോ. ഇതൊരു സുഹൃത്ത് മാത്രമായിരുന്നു. പക്ഷെ അവൻ്റെ മനസ്സിൽ ഇവളോട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവളൊരിക്കലും അത് തുറന്നു പറഞ്ഞിട്ടില്ല. ഇത് രണ്ടുപേരും തുറന്നു പറഞ്ഞിട്ടില്ല. ആ കത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഭാഗമാണത്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, കല്യാണാലോചന വന്ന സമയത്ത് തന്നെ അയാളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതെ, കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പോഴും എനിക്ക് വിവാഹാലോചന വരുന്നു, വീട്ടുകാർ എനിക്ക് കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങി. സുഹൃത്തല്ലേ, സുഹൃത്തിനോട് പറഞ്ഞു. അന്ന് അവൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം, വീട്ടുകാർ പറയുന്ന പോലെ ചെയ്യ്, വീട്ടുകാർ ആലോചിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. പക്ഷേ കല്യാണം ഉറപ്പിക്കുന്ന സമയമായപ്പോൾ അവന് തോന്നി എൻ്റെ പ്രിയപ്പെട്ട സാധനം എനിക്ക് മാത്രമായിട്ട് വേണം, ഇത് നഷ്ടപ്പെടും. അവൻ്റെ ആ ഒരു പൊസസീവ് മൈൻഡ് വർക്ക് ചെയ്തു. അപ്പൊ പിന്നെ അവന് ഇവളറിയാതെ തന്നെ ഇവൾക്ക് വരുന്ന ആലോചനകൾ മുടക്കാനുള്ള ഒരു ടെൻഡൻസി വരികയാണ്. ഒരു ക്രിമിനൽ മൈൻഡ് അവനിൽ വർക്കൗട്ട് ചെയ്യാണ്. അവക്ക് നല്ല തീരുമാനം എടുക്കാല്ലോ, ഇവനെ ഏതായാലും ജീവിത പങ്കാളിയാക്കാൻ കൊള്ളുകയില്ലാന്ന്. അതെ, തീർച്ചയായിട്ടും. അവൻ നേരിട്ട് വീട്ടിൽ വന്നല്ലേ പറയണ്ടേ വേറെ ആലോചന വരുന്നു എന്ന് ഇവൾ പറഞ്ഞപ്പോൾ അവൻ എന്തുകൊണ്ട് നേരിട്ട് ഇവളുടെ വീട്ടിൽ വന്ന് എനിക്ക് ഇവളോട് ഇഷ്ടമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പേരൻസ് ആലോചിക്കുമല്ലോ. അതവൻ പറയാതെ മറ്റു കല്യാണങ്ങൾ മുടക്കാൻ പോകുന്നുവെങ്കിൽ ഇറ്റ്സ് നോട്ട് ട്രൂ ലവ്. അതെവിടെ സ്നേഹം കിടക്കുന്ന? അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നശിപ്പിക്കാൻ നോക്കുന്നത് സ്നേഹമല്ല. തീർച്ചയായിട്ടും അവളത് തിരിച്ചറിഞ്ഞാൽ മതി. വെരി സിമ്പിൾ. അതൊന്ന് തിരിച്ചറിയുക. ഇവനല്ല എൻ്റെ ജീവിത പങ്കാളി, അവൻ എൻ്റെ സുഹൃത്തുമല്ല. നല്ല സുഹൃത്താക്കാനും പറ്റില്ല അവനെ വിശ്വസിക്കാൻ കൊള്ളുകയല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൾ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. തീരുമാനം എടുക്കാൻ വിഷമിക്കേണ്ട. പേരൻസ് പറയുന്നതായിരിക്കും എപ്പോഴും അവൾക്ക് നല്ലതായിട്ട് സംഭവിക്കുക. അവനോട് പറയുക, ഇത്രയും നാൾ ഞാൻ നിന്നെ വിശ്വസിച്ചതാണ് മണ്ടത്തരം, അതുകൊണ്ട് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാന്ന് പറയുന്നതായിരിക്കും. നവീന്റെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തെക്കുറിച്ച്, ഈ കത്തിനെ കുറിച്ച്? എനിക്കിത് വായിച്ചതെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതൊരു ബോർഡർ ലൈൻ അല്ലെങ്കിൽ ഒരു ഇത്തിരി ക്രോസ് ചെയ്ത ഒരു അഫെയറിലേക്ക് ഇത്തിരി ക്രോസ് ചെയ്യപ്പെട്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അവരെ സംസാരിച്ചതിൻ്റെ ഒരു ഇന്നർ മീനിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്നാൽ ആഴമായ സൗഹൃദമായിരുന്നു എന്ന് അവർ പറയുമ്പോഴും വേറൊരു വിവാഹത്തിലേക്ക് കയറുന്നു എന്ന് അറിയുമ്പോഴായിരിക്കും അവരുടെ ഉള്ളിലെ ഒരു അഫെയർ മൂഡിലേക്കായിരുന്നു എന്ന് അവർ പോലും തിരിച്ചറിയപ്പെടുന്നത്. എനിക്കിതിനകത്ത് തോന്നുന്നത് ആ പെൺകുട്ടിയുടെ ഒരു കൺസേൺ അത് മറ്റ് വിവാഹാലോചനകൾ വരുന്ന വീടുകളിലേക്ക് വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ഈ കത്തിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. പെൺകുട്ടിക്ക് അത് മാറുന്ന ഒരു വലിയ പ്രശ്നമല്ല, സൗഹൃദബന്ധത്തിൽ നിന്ന് മാറുന്നതൊന്നും ഒരു പ്രശ്നമായിട്ട് പെൺകുട്ടിയുടെ മുമ്പിലില്ല. ഇപ്പോഴുള്ളത് ആ മറ്റു സുഹൃത്തായിരുന്ന അദ്ദേഹത്തിന്റെ ശല്യമാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതൊരു ശല്യമായിട്ട് തന്നെ കാണുന്നതുകൊണ്ട് മാഡം പറഞ്ഞതുപോലെ പെൺകുട്ടി അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി മറ്റ് ഒരു വ്യക്തിയുടെ ശല്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് പെൺകുട്ടിയുടെ മാതാപിതാക്കളും പെൺകുട്ടി വീട്ടുകാരോടും തുറന്നു പറഞ്ഞ് ഇതിങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞത്. നല്ല ഒരു ഹെൽത്തി ഒരു ബന്ധത്തിലേക്ക് വരുന്ന ഒരു പ്രപ്പോസൽ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തും കൂടെ തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എടുക്കുന്നതല്ല. ഇത് വെറും ഒരു സുഹൃത്ബന്ധമായിരുന്നു, അത് അനാവശ്യമായിട്ടുള്ള ഒരു ശല്യമായിരുന്നു പറയാനായിട്ട് ഒരു പക്ഷേ സാധിക്കേണ്ടി വരും. അങ്ങനെ അവർ അപ്രോച്ച് ചെയ്ത് ശല്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തിയോടും പേരൻസ് വഴി തന്നെ സംസാരിക്കാൻ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കാനായിട്ടുള്ള അങ്ങനത്തെ മാർഗങ്ങളും എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡീപ്പായിട്ട് ആ പെൺകുട്ടിക്ക് ആ മനുഷ്യനെ അറിയാമായിരിക്കും മറ്റേ വ്യക്തി. അപ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതും ആ പെൺകുട്ടിക്ക് തന്നെ ഇരുന്ന് ഒന്ന് ശാന്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും. പേരൻസിന്റെ സഹായത്തോടെ ശല്യപ്പെടുത്തരുത് എന്നൊരു വാണിംഗും ഒക്കെ കൊടുക്കാനും നമുക്ക് പരിശ്രമിക്കാവുന്നതാണ്. സുഹൃത്ത് ബന്ധത്തിന്റെ ഡീപ്പ് എന്തോരം ഡീപ്പായിട്ട് പോകുന്നു, അതൊരു അഫെയറിലേക്ക് കയറി ആ ബോർഡർ ക്രോസ് ചെയ്തൊരു സാധനമാണോ എന്നൊക്കെ പെൺകുട്ടിയുടെ ആ കാലഘട്ടത്തിൽ കല്യാണത്തിന് മുമ്പുള്ള ആ ബന്ധത്തിലുള്ള കാലഘട്ടത്തിൽ തന്നെ ചിലപ്പോൾ ഒന്ന് പരിശോധിക്കാനും ഈ നല്ല ഡീപ്പ് ആഴമായ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നതിന് എനിക്ക് എൻ്റെ വീട്ടിലും കൂടെ ഒരു സ്ഥാനം കൊടുക്കേണ്ടതായിരിക്കാം. എൻ്റെ വീട്ടുകാരും കൂടെ ഒന്ന് അടുപ്പിക്കും. അപ്പോൾ അവർക്കും ഒന്ന് വാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൊതുവെ എനിക്ക് തോന്നിയ ഒരു ചിന്ത, നല്ല സൗഹൃദങ്ങളെ എൻ്റെ വീട്ടിലും കൂടെ സ്വാഗതം ചെയ്യപ്പെടാനായിട്ട് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഇപ്പോൾ പേരൻസിനും വീട്ടുകാർക്കും കൂടെ മനസ്സിലാക്കുന്ന തരത്തിലേക്കും യുവജനങ്ങൾക്ക് പൊതുവെ എനിക്ക് തോന്നിയ ഒരു ചിന്തയാണ്. എൻ്റെ ഭവനത്തിലേക്കും കൂടെ സ്വാഗതം ചെയ്യപ്പെടുക, ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ്. അല്ല, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ പറയുക, ഇതിനകത്ത് ഇപ്പോഴത്തെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നതൊന്നും വീട്ടുകാരറിഞ്ഞുള്ള സൗഹൃദങ്ങളല്ല. കാരണം ഈ വാട്സാപ്പ്, ഫേസ്ബുക്ക് ഇങ്ങനെ വരുന്നതിനകത്ത് ഒതുങ്ങുന്നതാണ്. അപ്പൊ അവര് പറയുന്ന നല്ല സൗഹൃദം അല്ല ആരോഗ്യപരമായ സൗഹൃദമാണെന്ന് പറയുന്നത് അവർക്കിടയിൽ മാത്രമേ വരുന്നുള്ളൂ. പണ്ടങ്ങനെയല്ല.
പണ്ട് നമുക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ അത് നമ്മുടെ പപ്പായ്ക്കും അമ്മയ്ക്കും നമ്മുടെ വീട്ടുകാർക്കെല്ലാം അറിയാം, വീട്ടിൽ കൊണ്ടുവരുന്നു, നമ്മൾ അവിടെ പോകുന്നു, അങ്ങനെ ഒരു കുടുംബങ്ങൾ തമ്മിൽ ഒന്ന് അടുക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഇല്ല. ഇവള് പറയുന്ന ഒരു ഭാഗം നല്ല സുഹൃത്തെന്ന് പറയുമ്പോൾ ആരാണ് നല്ല സുഹൃത്ത്? അപ്പൊ ആ ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. നല്ല സുഹൃത്തെന്ന് പറയുന്ന ആരാ? നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളില്, വീഴ്ചകളില്, ഉയർച്ചയില് എല്ലാം നമ്മളോട് കൂടി നിൽക്കുന്നയാള്. ഇതിപ്പോ അങ്ങനെയല്ല. ഇവിടെയുള്ള പ്രശ്നം എനിക്ക് തോന്നുന്നു, അവള് ശരിക്കും നല്ല സൗഹൃദമായിട്ട് തന്നെ ആയിരിക്കും അവനെ കണ്ടിരിക്കുന്നത്. ഒരു നല്ല സൗഹൃദമായിരിക്കും. അവനും ഇതുവരെ അവന്റെ ഉള്ളിലുള്ള ആ ഫീലിംഗ് അവളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അവള് നഷ്ടപ്പെടുമോ എന്ന തോന്നൽ വന്നപ്പോഴാണ്, അപ്പൊ അവൻ എന്നാൽ ഇതിനകത്ത് നിരപരാധിയാണ്, അവൾ അറിയാതെ അല്ലെങ്കിൽ വീട്ടുകാരറിയാതെയാണ് അവനിതെല്ലാം മുടക്കാനായിട്ട് നോക്കുന്നത്. എന്ത് കഷ്ടപ്പെട്ടായിരിക്കും നമ്പറൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് അത് മുടക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്കൊരിക്കലും ഇനി അങ്ങനെ ഒരു സൗഹൃദം അവൾ തുടരുന്നത് ശരിയല്ല. പാരൻസ് ഇടപെടുക, അവനോട് സംസാരിക്കുക, മോനെ അത് തെറ്റാണ്, അത് അവർക്കത് കട്ട് ചെയ്യാം. പക്ഷെ ഇത് ഒത്തിരിയേറെ യുവജനങ്ങൾക്കൊരു വാണിംഗ് ആണ്. കാരണം ഒത്തിരി പേര് ഇതുകൊണ്ട് വേദന അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ധാരാളം കേസുകൾ വരുന്നതിനകത്തും ഇതുപോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ സുഹൃത്തുക്കൾ കാരണം ജീവിതം ഒത്തിരി വഴിമുട്ടിപ്പോകുന്ന, ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പിള്ളേർ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. സാധാരണക്കാർ പിള്ളേരല്ല ഇങ്ങനത്തെ ട്രാപ്പിൽ പോയി പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഴപ്പത്തിൽ പോയി പെടുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ കൊണ്ട് ഇവരെന്ത് നേടി എന്നുള്ളത് ചിന്തിക്കണം. നവീൻ, എന്തുകൊണ്ടായിരിക്കും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൺകുട്ടിയും പെൺകുട്ടികളും ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നത്? എനിക്ക് തോന്നുന്നത് ഈ എഡ്യൂക്കേഷൻ ഇമോഷൻസിനെ ഒരു പരിധി കൂടുതലൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇമോഷണൽ ആയിട്ടുള്ളൊരു മെച്ചൂരിറ്റി കിട്ടാതെയാണ് നമ്മൾ ഈ കാണുന്ന പല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും വളർന്നു വരുന്നത്. അപ്പം ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിങ്ങിലൂടെ ആയിരിക്കും മിക്കവാറും ഇങ്ങനത്തെ ഒരു അഫെയർ, ഹെൽത്തി അല്ലാത്ത അഫെയറുകളെല്ലാം വളർന്നു വരുന്നത്. അപ്പോൾ അത് ചെറുപ്പം മുതലേ മാതാപിതാക്കളുടെയും പിന്നീട് വളർന്നു വരുമ്പോൾ അധ്യാപകരുടെയും ഭാഗത്ത് നിന്ന് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന കോളേജ് എഡ്യൂക്കേഷൻ കൊണ്ട് ഇങ്ങനത്തെ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് സഹായകമാവത്തില്ല. അതായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇമോഷണൽ മെച്ചൂരിറ്റി ഉണ്ടാവണമെന്നില്ല. അതിനെനിക്കൊരു കാരണം പറയാനുള്ളത്, ഈ ചെറുപ്പം മുതൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ട്യൂഷൻ സെന്ററുകൾ, എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ, ഇങ്ങനെയുള്ള സെന്ററുകളിലേക്ക് അയക്കും. സൺഡേ സ്കൂളില്ല, കുർബാന പോലും ചൊവ്വുന്നേരം അവർ കാണുന്നില്ല. അപ്പോൾ വരുന്ന ഒരു കുഴപ്പം എന്നാന്നറിയാം, നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ ധാരാളം കൊടുക്കുന്നുണ്ട്. സൺഡേ സ്കൂളിൽ കൊടുക്കുന്നുണ്ട്, നമ്മുടെ യൂത്ത് സംഘടനകളിൽ കൊടുക്കുന്നുണ്ട്, ജീസസ് യൂത്തിൽ കൊടുക്കുന്നുണ്ട്, പള്ളികളിൽ യുവജനങ്ങൾക്ക് ധ്യാനമുണ്ട്, ഒത്തിരി പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പലരും, ഇങ്ങനെയുള്ള പിള്ളേർ പലരും ഇതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പിള്ളേർ പഠിക്കാൻ എടുക്കരാ, അവർക്ക് സമയമില്ല, പള്ളി പോകാൻ സമയമില്ല, ഇനി വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല, അതിനൊന്നും നേരെയില്ല. പഠിക്കുക. അപ്പോൾ ഉള്ളൊരു കുഴപ്പം ഇവരുടെ വളർച്ചയുടെ ആ കാലഘട്ടത്തിൽ ഇവർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ല. ഇവരിത് സപ്രസ് ചെയ്യുക, ഇവരുടെ ഇമോഷൻസ് എല്ലാം ഇവർ സപ്രസ് ചെയ്യുക. അപ്പൊ അങ്ങനെ സപ്രസ് ചെയ്തിട്ട് വീട് വിടുകയാണ് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിന് വരുമ്പോൾ, അല്ലെ ജോലിക്ക് വരുമ്പോൾ. അപ്പൊ അവരുടേതായ ലോകം ഉണ്ടാകുന്നു, കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ കൂടുന്തോറും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം അതാണ്. എഡ്യൂക്കേഷൻ ഇത്തിരി കുറവാണെങ്കിലുണ്ടല്ലോ, ആ പിള്ളേർ വീട്ടിൽ അടുക്കള കയറി, അല്ലെങ്കിൽ വീട്ടിലെ പല കാര്യങ്ങളിൽ ബന്ധപ്പെട്ടു, പള്ളിയിൽ പോയി, സംഘടനകളിൽ പ്രവർത്തിച്ചു. അപ്പൊ അവർക്ക് കുറച്ചും കൂടി സാമൂഹ്യമായിട്ടുള്ള അറിവ് കിട്ടും. തീർച്ചയായിട്ടും അവരുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. ഇതതില്ല. അതായിരിക്കാം അതിൻ്റെ കാരണം എന്നാണ് എൻ്റെ ഒരു, ഞാൻ പറയുന്നത് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. പിള്ളേർക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പിള്ളേരെ വിടണം. ഞായറാഴ്ച ദിവസം രാവിലെ പൊയ്ക്കോ എൻട്രൻസിനെന്ന് പറയുന്നതിന് കുർബാന കണ്ടിട്ട് പോയാൽ മതി, അത് കുറച്ചുള്ള കാര്യം മതി, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ഞായറാഴ്ചകളിലുള്ള പ്രസംഗങ്ങളും കേട്ടാൽ മതി. അല്ല, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. പിള്ളേർ അത്യാവശ്യം ഒരു ഗൈഡൻസ് കിട്ടുവാണെങ്കിൽ ആ കുട്ടികൾക്ക് അവരുടെ വളർച്ചയുടെ പ്രശ്നം മനസ്സിലാവില്ലേ? വളർച്ചയുടെ പ്രശ്നമാണ് ഇതെല്ലാം. അപ്പൊ ആ ഒരു 21-22 വയസ്സ് വരെ, ബിറ്റ്വീൻ 11 and 21, അഡോളസെന്റ് സ്റ്റേജിന്റെ ഏറ്റവും ആ ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാലം. ആ കാലഘട്ടത്തിൽ ഇവരുടെ പഠനം ഏറ്റവും കൂടുതൽ നടക്കുന്നു. അപ്പൊ അത് രണ്ടും കൂടെ അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഇമോഷൻസ് ഒക്കെ സപ്രസ് ചെയ്തിട്ട് അത് എവിടോട്ടേലും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവിടും. ചിലർ മയക്കുമരുന്നിൽ പോകുന്നു, ചിലർ മദ്യപാനത്തിൽ പോകുന്നു, ചിലർ പ്രണയത്തിൽ പോകുന്നു. ഓരോരുത്തരും ഓരോ വഴിയിൽ, ഏത് വഴിയാണോ അവനവന് യോജിക്കുന്നത് അതിലേക്ക് പോവുകയാണ്. വേറൊരു സംഭവം കൂടെ ഒളിഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു, മേഡത്തിന് ഒരു പക്ഷേ കറക്റ്റ് ആയിരിക്കും. ആൺകുട്ടികൾ പെൺകുട്ടികളുടെ സൗഹൃദത്തെ
ഒരു പ്രേമബന്ധം പോലെ സംശയിക്കുന്നതായിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പെൺകുട്ടികളെക്കാളും സൗഹൃദങ്ങളെ പ്രണയമായിട്ട് സംശയിക്കുന്നത് ആൺകുട്ടികളാണോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നാറുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാനിപ്പോൾ കണ്ടുവരുന്നത് പെൺകുട്ടികൾ കൂടുതൽ ഇമോഷണലി അറ്റാച്ച്മെന്റ്സ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു റീസൺ. പണ്ടൊക്കെ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുകയായിരുന്നു, ഇപ്പൊ തിരിച്ച് സംഭവിക്കുന്നു. പെൺകുട്ടികളാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്സ് ആഗ്രഹിക്കുന്നതും ആൺകുട്ടികളുടെ പുറകെ പോകുന്നതും ആണെന്ന് പലപ്പോഴും ആൺകുട്ടികളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ആശയമാണ്. അത് തെറ്റിദ്ധരിക്കപ്പെടേണ്ട. സൗഹൃദം എന്ന് പറയുന്നത്, നല്ല സുഹൃത്തെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പോവുകയാണ്. യുവജനങ്ങളുടെ സൗഹൃദങ്ങൾ എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക. ഭാവിയിൽ കുടുംബജീവിതത്തെ ബാധിക്കുന്നതൊന്നും സംഭവിക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും കാണാം നമുക്ക് മറ്റൊരു എപ്പിസോഡിലൂടെ. അതുവരേക്കും നന്ദി, നമസ്കാരം.